എല്ലാവർക്കും നമസ്കാരം. ഈ മഹാകാളി ഹീലിംഗ് ചെയ്തു പോയ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, മഹാകാളി ഹീലിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, മഹാകാളി ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഒറ്റമൂലിയൊന്നുമല്ല. നിങ്ങളുടെ എനർജി ബോഡി, അതിന് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഫിസിക്കൽ ലെവലിൽ ഒരു പരിപാടിയും നമ്മൾ ചെയ്യുന്നില്ല. ഫിസിക്കൽ ലെവലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോട്ടറിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു സാധനം ഇങ്ങനെ നമ്മുടെ തള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനം നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ ഈ ഭാഗം ഫ്രീ ആവും. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ഒരു ഹീലിംഗ് ചെയ്തപ്പോൾ ഒരു ടീച്ചറിൻ്റെ കൈ ഇങ്ങനെ അനങ്ങാതിരുന്ന കൈ മടക്കാൻ പറ്റും. ഹീലിംഗ് കഴിഞ്ഞ് 40 മിനിറ്റ് ആയപ്പോൾ ഇങ്ങനെ അനങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞാനിങ്ങനെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചറും അതിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കാളി ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി ലെവലിലുള്ള ഒരു വർക്കാണ്. എനർജി കറക്റ്റ് ചെയ്യുക, നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള എലിമെൻറ്റ്സ് എടുത്ത് മാറ്റി നിങ്ങളെ പോസിറ്റീവാക്കി ചാർജ് കയറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ദേവിയാൽ ചെയ്യപ്പെടുന്നത്, മനുഷ്യനായിട്ട് ചെയ്യുന്ന ഒരു ഹീലിംഗേ അല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ശുദ്ധീകരണം നടത്തി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതുവരെയുള്ള, ഇപ്പോൾ നമ്മൾ 2 പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് മഹാകാളി ഹീലിംഗിൽ. ചെറിയ പ്രോഗ്രാമുണ്ട്, വലിയ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ച് പൈസയൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളവരെ വെച്ചിട്ടാണ് നമ്മൾ ഈ 2ാമത്തെ പ്രോഗ്രാം, ചെറിയ പ്രോഗ്രാം വെച്ചേക്കണം. എല്ലാവർക്കും ചെയ്യണമെന്ന്, എല്ലാവരും ചെയ്യട്ടെ എന്നുള്ള ഒരു ദൈവയുടെ ഇച്ഛ കൊണ്ടാണ് അങ്ങനെ വെച്ചേക്കണത്. കാരണം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം കർമ്മ എനിക്ക് കിട്ടും, അതിനാൾ ഞാൻ ഉണ്ടാവില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് ദേവി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 പ്രോഗ്രാമായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ പ്രോഗ്രാമുണ്ട്, കുറച്ചുകൂടി നമ്മൾ മണി സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അടുത്ത വലിയ പ്രോഗ്രാമുണ്ട്. പക്ഷേ 2ലും റിസൾട്ടുകൾ വരുന്നുണ്ട്, ആൾക്ക് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഹീലിംഗ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. പലരും ചോദിക്കാറുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്? അതായത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എനർജിയെ നിങ്ങളെ ക്ലിയറാക്കി തരുന്ന, ദേവി ക്ലിയറാക്കി തരുന്ന ആ ഒരു എനർജി ഫീൽഡ്, നിങ്ങളുടെ ഓറ, ചക്ര, ഇതിനെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ശുദ്ധീകരണ പ്രക്രിയകൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ അത് ഒരു 21 days to 41 days അതാണ് നമ്മൾ പറയുന്നത്. ആ പീരീഡിൽ നിങ്ങൾ അതിന് പ്രോപ്പറായിട്ട് വേണ്ടുന്നതായ ചാർജിങ് പരിപാടികൾ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇൻസ്റ്റൻ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അപ്പം ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത് ഒന്ന്, ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ചിലവരുടെയൊക്കെ ഫേസ്, നമ്മൾ ഇപ്പോൾ മുമ്പൊക്കെ ചെയ്തു പോയ ആൾക്കാരുടെ ഫേസ് പിന്നീട് എപ്പോഴെങ്കിലും അവരെന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോൾ ഫോട്ടോ ഒക്കെ ഞാൻ അയക്കാൻ പറയും. എല്ലാവരും ഫോട്ടോ അയക്കാൻ പറയും ആദ്യം. ഇപ്പോൾ ഹീലിങ്ങിനൊക്കെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ അയക്കൂ. നമ്മൾ ഫോണിൽ കൂടി കുറേ സംസാരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരാം, നിങ്ങളുടെ പേര്, നക്ഷത്രം അയച്ചു തരാൻ പറയും. ഞാൻ ഡൗസിങ് റോഡ് വെച്ചിട്ട് ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നോക്കും, എനർജി ചെക്ക് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലാണ് ഞാൻ വർക്ക് ചെയ്യുള്ളൂ. പോസിറ്റീവ് കാണിക്കുന്ന ആൾക്ക് ഇവിടെ ഹീലിംഗ് ഇല്ല. ഞാൻ പറയും, നിങ്ങൾക്ക് എൻ്റെ ഹീലിങ്ങിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി പോസിറ്റീവാണ്. അപൂർവം ചില ആൾക്കാർ വരാറുണ്ട് അങ്ങനെ കേട്ടോ, സംശയമുള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നതേ നിങ്ങൾ പോസിറ്റീവാണ്, നിങ്ങൾക്ക് വേണ്ട, ഹീലിംഗ് വേണ്ടെന്ന് പറയും. പക്ഷേ നെഗറ്റീവ് കാണിക്കുന്നവരോട് പറയും നെഗറ്റീവ് ഉണ്ട്, ഹീലിംഗ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓറ പോസിറ്റീവ് ആവുകയാണ്. ഇത് കഴിഞ്ഞാൽ റോഡ് വെച്ച് കഴിയുമ്പോൾ പോസിറ്റീവ് ആവും. ആ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറയിൽ ഗോൾഡൻ ലൈറ്റാണ്, ചുറ്റും ഇങ്ങനെ ഗോൾഡൻ ലൈറ്റ് വരുത്തിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, നിർത്തണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ്. കാരണം ഞാനത് കഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ അത് വിട്ടു, അടുത്ത ആളിലേക്ക് പോയി. മറ്റേത് സാധാരണ ഹീലിംഗ് പോലെ ഡെയിലി ഹീലിംഗ് പരിപാടി ഇവിടെ ഇല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. അപ്പോൾ അതിന് ചില ചെറിയ മന്ത്ര ചാൻറ്റിങ് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അവനവൻ്റെ അപ്പന ഓൺ സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടേതായ സ്വന്തം ക്രിയകൾ, ശ്വസനക്രിയകളുണ്ട്, പ്രാണായാമമുണ്ട്, അല്ലെങ്കിൽ യോഗയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിത്തിങ്. അത് ഇന്നതൊന്നും ഞാൻ പറയാനില്ല. ഞാനിവിടെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും നമ്മളിവിടെ ഒന്നും കൊണ്ടുവരുന്നില്ല. നമ്മൾ എനർജി ലെവലിൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇഷ്ടമുള്ള ചാൻഡുകളോ അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ അതെന്താ വെച്ചാൽ അത് ചെയ്യാം. അതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്, സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രാർത്ഥന, അത്തരം കാര്യങ്ങൾ, ജപങ്ങൾ, അതുപോലെ ക്രിയകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ പ്രോപ്പറായിട്ട് അതെല്ലാം ചെയ്യുക. അതെല്ലാം ചെയ്തിട്ട് എനർജി ബോഡിയെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ആ റിസൾട്ട് നിലനിൽക്കുള്ളൂ. ബാധകളെ നമ്മൾ എടുത്തു മാറ്റിയ ബാധ നിങ്ങളത്തേക്ക് രണ്ടാമത് ഒരിക്കലും വരത്തില്ല. ഒരു സോളിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോൾ വരത്തില്ല. കാരണം ദേവി ചെയ്യുന്നതാണ്, ഞാൻ ചെയ്യുന്നതല്ല. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും മടങ്ങി വരത്തില്ല. പക്ഷേ നിങ്ങളുടെ എനർജി എപ്പോൾ വേണമെങ്കിലും കംപ്ലൈൻറ്റ് ആകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളെല്ലാവരും ഞാനടക്കം ജീവിക്കുന്ന ചുറ്റുപാടുകൾ വളരെ മലിനമായ ഒരു ഇതിലാണ് നമ്മളിരിക്കുന്നത്. പൊള്യൂഷൻ ഇഷ്ടംപോലെ ഉണ്ട്, നെഗറ്റീവ് എനർജി ഇഷ്ടംപോലെ ഉണ്ട്, മറ്റുള്ളവരുടെ ദൃഷ്ടി, മറ്റുള്ളവരുടെ അസൂയ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ എലിമെൻസും ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇരിക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രോപ്പറായ രീതിയിലുള്ള ആ ജപങ്ങൾ, അല്ലെങ്കിൽ പ്രോപ്പറായ രീതിയിലുള്ള പ്രാണായാമങ്ങൾ, യോഗ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അതൊക്കെ ചെയ്ത് നിങ്ങൾ പോവുക. ഒരു കുഴപ്പം വരില്ല. പിന്നെ മഹാകാളി പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, വിഷുവിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും അത് കേട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ കേട്ടിട്ടുണ്ടാവും. ദേവിയെ എല്ലാ ദിവസം വിളിക്കുക. ഓം കാളി മഹാകാളി, ഓം കാളി മഹാകാളി, ഓം കാളി മഹാകാളി. ഇത് ഒരു 5-10 മിനിറ്റ് നിത്യവും നിങ്ങൾ ജപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. ചില ടിപ്പുകൾ ഞാൻ പറഞ്ഞത്, ചില ടിപ്പുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇന്ന് ഒരാളെന്നെ പുതിയതായിട്ട് വിളിക്കുന്ന ഒരാളാണ്. ഇന്ന് വിളിച്ച ഒരാൾ എന്നോട് പറഞ്ഞത്, എൻ്റെ വീഡിയോ പതിവായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അവർ ഇതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തൊരു ടിപ്പ്, കൈകളിങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്ത് കളയാനുള്ള ടെക്നിക്ക്. റിലീസ് 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 റിലീസ്, ഇങ്ങനെ ഒരു 3 പ്രാവശ്യം വീതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ബാഡ് എനർജീസ് റിലീസായി പോകുമെന്നുള്ളൊരു ടെക്നിക്ക്, ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരത് ചെയ്തു നോക്കി. ഇവർക്ക് വളരെ പ്രയാസമായിരിക്കുന്ന സമയത്താണ് ചെയ്തത്. അത് വർക്കായി. അപ്പോൾ ആ ടിപ്പ് കുറേ പേര് അത് കണ്ടിട്ടുണ്ട്, ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ എത്ര പേര് അത് ചെയ്ത് നോക്കണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരാളുടെ എക്സ്പീരിയൻസാണ് ഞാൻ പറയണത്, ചെയ്തൊരാളുടെ എക്സ്പീരിയൻസ്. അയാൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഞാൻ കേൾക്കുന്നത്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ്, സാറേ അത് ഭയങ്കരമായിട്ട് വർക്കായി. അന്ന് ഒരു സാറിനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിന് എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. സാറ് വളരെ പ്രാക്ടിക്കലാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, ആർക്കും ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ അവർക്ക് എന്തോ ഹീലിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചതാണ്. എൻ്റെ ആ ടോപ്പിക് എന്താണെന്നുള്ളത് ഞാനത് നോക്കിയിട്ടില്ല. ഒരു വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മഹാകാളിയിൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇത്തരം വിഷയങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.